ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 554 വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള മാമൂട് ജംഗ്ഷൻ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഹോം ലോണൊക്കെ ആവശ്യമുള്ളവർക്കും അത് നമ്മുടെ പേപ്പർ വർക്കൊക്കെ ചെയ്ത് നൽകുന്നതാണ്. നമ്മളിതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ടു മുന്നിലായിട്ട് തന്നെ എത്തിയിരിക്കുകയാണ്. ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു പ്രോപ്പർട്ടിയാണ്. 1 ഏക്കർ 14 സെൻറ്റ് സ്ഥലമാണ് നിലവിലുള്ളത്. നല്ല കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയാണ്. നല്ല നിരപ്പായി കിടക്കുന്ന ഒരു പുരയിടം തന്നെയാണ്. വലിയ കുന്നോ മലയോ ഒന്നുമല്ല, നല്ല നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. കണ്ടല്ലോ, നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിലൊരു പഴയ വീടും ഉണ്ട് കേട്ടോ. അത് താമസിക്കാതെ കിടക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാൽ ഒരു ഔട്ട് ഹൗസ് പോലെ, അല്ലെങ്കിൽ നമുക്കൊരു ഫാമിലിക്ക് താമസിക്കാനൊക്കെ പറ്റുന്ന വീട് തന്നെയാണ്. ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. 3 ബെഡ്റൂമോ ഒക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ പുറമേയൊക്കെ ഒന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ, ധാരാളം കൃഷി അവിടെ രീതികളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. വെറുതെ കിടക്കുന്ന ഭൂമിയല്ല. 800 മീറ്റർ മാത്രമേ ഉള്ളൂ കറുവച്ചാൽ ചങ്ങനാശ്ശേരി റോഡിലോട്ടുള്ള ദൂരം. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചങ്ങനാശ്ശേരി കറുവച്ചാൽ എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിലേക്ക് 800 മീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം. ഞാൻ പറഞ്ഞ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് എത്തിയിരിക്കുകയാണ്. പഴമയുടെ ആ ഒരു പ്രൗഢിയിൽ തന്നെ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു വീട് തന്നെയാണ്. ഒരു യുഗം ആ ഒരു വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണം പറയാം. ഇതാണ് നമ്മൾ ബോർഡർ വരുന്നത്. കപ്പ നട്ടേക്കുന്ന മറ്റൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തൊരു വറ്റാത്ത കിണറുമുണ്ട്. പിന്നെ മാമൂട് ജംഗ്ഷനിലോട്ട് 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. മെയിൻ ജംഗ്ഷനാണ് മാമൂട് ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഞാൻ പറഞ്ഞ കിണറാണ് താമസിക്കാൻ കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് കുറച്ച് കാടൊക്കെ പിടിച്ചാണ് കിടക്കുന്നത്. ധാരാളം വെള്ളം ലഭിക്കുന്നൊരു കിണർ തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട്. 5.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കറുവച്ചാൽ ടൗണിലോട്ടുള്ള ദൂരം. കറുവച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സെൻറ്ററാണ്. നമുക്ക് കോട്ടയത്തു നിന്നൊക്കെ വരുമ്പോഴത്തേനും കറുവച്ചാൽ NSS, കറുവച്ചാൽ, കൂത്രപ്പള്ളി, മാമൂട് അങ്ങനെ വരും എല്ലാം. അങ്ങനെ ചങ്ങനാശ്ശേരി മെയിൻ റോഡിലേക്ക് കയറും. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ നമ്മൾ കൃഷിയൊക്കെ ചെയ്തേക്കുന്ന കണ്ടല്ലോ, എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു ഭൂമിയാണ്. ഈ 1 ഏക്കർ 14 സെൻറ്റും 6.4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ചങ്ങനാശ്ശേരി ടൗണിലോട്ടുള്ള ദൂരം. മെയിൻ ടൗണുകളിലൊന്നാണ് ചങ്ങനാശ്ശേരി, കറുകച്ചാൽ, അതുപോലെ തന്നെ മാമൂട് എന്നീ മെയിൻ ടൗണുകൾക്ക് നമുക്ക് അധികം ദൂരമൊന്നുമില്ല ഈ ടൗണിലേക്കൊന്നും പോകാനായിട്ട്. കണ്ടല്ലോ, നമ്മുടെ ആ കിണറിൻ്റെ അവിടെ നിന്നുള്ള നേരെ നല്ല സ്ക്വയറായിട്ട് കിടക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ 1 ഏക്കർ 14 സെൻറ്റ് സ്ഥലം. ഒരു കാര്യം ഞാൻ എടുത്ത് പറയേണ്ടതായിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്, കോട്ടയം ടൗണിൽ നിന്ന് അല്ലെങ്കിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷന് നാമടത്തിൽ നിന്നൊക്കെ 16 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 16-17 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയുള്ള ദൂരം, മാമൂട് ജംഗ്ഷനിലോട്ടുള്ള ദൂരം. പിന്നെ ഈ ഒരു ഏരിയയെ പറ്റി പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻസ്, ഹിന്ദുസ്, അങ്ങനെ അല്ലെങ്കിൽ എല്ലാ വിഭാഗക്കാരും തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയിലാണ്. പക്ഷേ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അയലക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്തിൻ്റെ അതിരുകളിൽ മാത്രമേ നമുക്ക് അയലക്കമൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് 1 ഏക്കർ 14 സെൻറ്റ് ഇരിക്കുന്നതാണ്. പക്ഷേ ഈ 1 ഏക്കർ നല്ല ഒത്ത നടുക്കായിട്ടാണ് ആ വീട് ഇരിക്കുന്നത്. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് തന്നെ വീടുകൾ, റോഡ് സൈഡിലെല്ലാം വീടുകൾ തന്നെയുണ്ട്. പിന്നെ എല്ലാ സമുദായക്കാരുടെയും ആരാധനാലയങ്ങളെല്ലാം നമുക്ക് ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകൾ, അതുപോലെ പെൻഡക്കോസ്റ്റ് ചർച്ചുകൾ, കാത്തലിക്സിൻ്റെ ചർച്ചുകൾ എല്ലാം തന്നെ നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട്. അനവധി അമ്പലങ്ങളുമൊക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് 2-3 കിലോമീറ്റർ ചുറ്റളവിലായിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ആ ഒരു പരിസരവും പ്രദേശങ്ങളൊക്കെ ധാരാളം വാഴ കൃഷി ചെയ്തിരിക്കുന്ന ഒരു ഭൂമിയാണ്.
പിന്നെ ഇതിൻ്റെ വിലയും വിവരങ്ങളൊക്കെ ഞാനുണ്ടല്ലോ ഇതിൻ്റെ ക്യാപ്ഷനും തമിഴിലും കൊടുത്തിട്ടാവും. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ വില എങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഒരുമിച്ചൊക്കെ നിങ്ങൾക്ക് സ്ഥലം എടുക്കാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് വിലയിലൊരു മാറ്റമൊക്കെ വരുത്തി നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞ 1.14 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു 25 സെൻറ്റ് അല്ലെങ്കിൽ 30 സെൻറ്റൊക്കെ മതിയെങ്കിൽ അതനുസരിച്ചുള്ള വിലയായിരിക്കും നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ടൊരു കൃത്യമായ ഒരു വില ഇതിനകത്ത് നൽകാൻ പറ്റത്തില്ല. ഈ ഒരു വില ഞാൻ നൽകിയിരിക്കുന്നത് പോലും അവരോടും കൂടെ അഭിപ്രായം ചോദിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ വിലയിൽ നിങ്ങൾ കാര്യമാക്കണം. നിങ്ങൾക്ക് വേണ്ട ആ ഒരു മെഷർമെൻറ്റിനനുസരിച്ചുള്ള വില മാത്രമായിരിക്കും നമ്മൾ ഈടാക്കുന്നത്. പിന്നെ ലോണൊക്കെ ലഭിക്കാനൊക്കെ നല്ല സ്ഥലമാണ്. പിന്നെ അതുപോലെ വീട് വയ്ക്കുവാനും ഒരുമിച്ചൊക്കെ എടുത്തിട്ട് ഫ്ലോട്ടായിട്ട് തിരിച്ചു കൊടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഏകദേശം 15-17 അടി വീതിയിൽ ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ വഴി നമുക്ക് വീടിൻ്റെ ഇങ്ങേയറ്റം വരെ തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയെ പറ്റി ലഭിച്ചു കാണും. എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ നമ്പർ നമ്മൾ പുറത്തോട്ടൊന്നും കൊണ്ടാത്തൊരു ഫോണാണ് എങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വിളിച്ചാലും നമ്മളെ ആക്റ്റീവായിട്ട് ലഭിക്കുന്നത്. ചില സമയത്ത് നമ്മുടെ നെറ്റ്വർക്ക് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ് ചില സമയത്ത് വിളിച്ചാൽ കിട്ടുവരാത്തത്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജൊക്കെ അയച്ചിട്ടിരിക്കുക. അപ്പോൾ അത് കണ്ടിട്ടാണെങ്കിൽ നമ്മൾ തിരിച്ചു വിളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ടാർ റോഡ് കണ്ടല്ലോ, ഈ ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ നമ്മുടെ സ്ഥലം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നൊരു ഭൂപ്രകൃതിയാണ്. അപ്പം ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായെങ്കിൽ ഇതിൽ മേടിക്കുവാനായിട്ട് താല്പര്യമുള്ളവർ എത്രയും വേഗം ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി പറ്റിയ അഭിപ്രായങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഈ കമൻറ്റ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പങ്കുചേരാം. പിന്നെ ഈ ഒരു ഏരിയയെപ്പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാത്തലിക്സ് പള്ളിയൊക്കെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനിയൊരു കാര്യം പ്രത്യേകം എടുത്ത് പറയാനുള്ളത്, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഞെക്കുക. നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേറ്റായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.